സംഘർഷഭരിതമാവുകയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്ന് പറയുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ പ്രവർത്തകരെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അവസ്ഥയാണ് സർവകലാശാലയ്ക്ക് അകത്തുണ്ടായിരുന്നത്. പോലീസും പ്രവർത്തകരും കയ്യാങ്കളി വരെ നടന്നിരുന്നു. അതായത് സർവകലാശാല സെനറ്റ് ഹാളിന്റെ ബാൽക്കണിയിലേക്ക് പ്രവർത്തകർ എല്ലാവരും കയറി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും പ്രവർത്തകർ അവിടെ തുടരുകയാണ്. വൈസ് ചാൻസലർ മോഹൻ കുന്നുമൽ പുറത്തു പോകണം, DC എന്ന സ്ഥാനത്ത് നിന്ന് പുറത്തു പോകണം എന്നുള്ളൊരു ആവശ്യമുയർത്തി കുന്നുമലിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പ്രവർത്തകരെ ഈ സെനറ്റ് ഹാൾ ബാൽക്കണിയുടെ ഭാഗത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിനിടയിലാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ കയ്യാങ്കളി നടന്നിട്ടുണ്ടായിരുന്നത്. വീണ്ടും താഴെ ഉണ്ടായിരുന്ന പ്രവർത്തകർ എല്ലാവരും മുകളിലേക്ക് കയറിപ്പോയി മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രവർത്തകരെ നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പ്രവർത്തകർ ഒരു തരത്തിലും പിരിഞ്ഞു പോകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ വലിയ ബലപ്രയോഗം നടത്തി പ്രവർത്തകരെ പോലീസിന് ഇവിടുന്ന് നീക്കം ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ സെനറ്റ് ഹാളിന്റെ ബാൽക്കണി പ്രദേശത്തേക്ക് കൂടുതൽ SFI പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. ഈ രണ്ട് സ്റ്റെപ്പ് ഈ ഒരു വശത്തുകൂടി SFI പ്രവർത്തകർ മുകളിലേക്ക് കയറുന്നു, മറ്റൊരു വശത്തുകൂടി പോലീസ് പ്രവർത്തകരെ എടുത്തുകൊണ്ട് പോകുന്നു. പ്രവർത്തകരെ നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. കുറച്ച് മുൻപ് വരെ ഉണ്ടായിരുന്ന വലിയ സംഘർഷാവസ്ഥയ്ക്കൊരു അയവ് വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സാഹചര്യത്തിൽ പറയാം. പക്ഷേ പ്രവർത്തകരെ നീക്കം ചെയ്യുന്ന സമയത്ത് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള കയ്യാങ്കളിയൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. VC-ക്കെതിരെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. തുടക്കത്തിൽ വലിയ അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് VC-ക്കെതിരെ സർവകലാശാല ആസ്ഥാനത്തേക്ക് വ്യാപിച്ചു എന്നുള്ളത് തന്നെയാണ്. സർവകലാശാലയ്ക്ക് പുറത്തു നിന്ന് സമരം വിളിക്കുന്നതിനപ്പുറത്തേക്ക് ഏത് തരത്തിലും സർവകലാശാലയ്ക്ക് അകത്ത് കയറാനുള്ള ശ്രമം തന്നെയായിരുന്നു തുടക്കം മുതൽ SFI പ്രവർത്തകർ നടത്തിയിട്ടുണ്ടായിരുന്നത്. അകത്ത് കയറാനുള്ള എല്ലാ വാതിലുകളും അടച്ചിട്ടുണ്ടായിരുന്നു. ഏത് വഴി കയറാൻ പറ്റുമെന്നുള്ള ശ്രമങ്ങൾ പ്രവർത്തകർ നടത്തുകയായിരുന്നു. ജനൽ വഴിയൊക്കെ പ്രവർത്തകർ കൂടുതൽ പേർ ചാടിക്കടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പ്രധാന വാതിലിൽ തന്നെ SFI പ്രവർത്തകർ ഉണ്ടായിരുന്നത്. ഇപ്പോൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവിനെ പോലീസ് നീക്കം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. പോലീസ് സഞ്ജീവും തമ്മിൽ കയ്യാങ്കളിയും വാക്കിയും ഒക്കെ ഉണ്ടാവുകയാണ്. അത്തരത്തിൽ SFIയുടെ സംസ്ഥാന നേതൃത്വത്തിന് തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കി മുഴുവൻ പേരെയും സർവകലാശാല അകത്തു നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. പക്ഷേ ഇപ്പോഴും ഭൂരിഭാഗം പ്രവർത്തകരും ഇപ്പോഴും ഈ സെനറ്റ് ഹാളിന്റെ ബാൽക്കണി പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇവരെ മുഴുവനായിട്ടും പോലീസിന് നേതൃത്വത്തിൽ നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം പ്രവർത്തകർ സ്വമേധയാ പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങിപ്പോകാത്ത സാഹചര്യത്താൽ കൂടുതൽ പോലീസുകാർ ഈ പ്രവർത്തകർ ഉള്ള ഇടത്തേക്ക് പോവുകയും ഓരോ പ്രവർത്തകരെയുമായിട്ട് നീക്കം ചെയ്യുകയാണ്. ഇപ്പോൾ സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുകയാണ് എന്ന് പറയാം. എന്തായാലും സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവിനെ ഉൾപ്പെടെ പോലീസ് നീക്കം ചെയ്യുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഈ ഒരു പ്രതിഷേധക്കാരെ വലിച്ചിഴച്ചുകൊണ്ടടക്കം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു പോലീസുകാരുടെ എല്ലാ സന്നാഹത്തെയും മറികടന്നുകൊണ്ടാണ് ഈ പ്രവർത്തകർ ഈ ഒരു സെനറ്റ് ഹാളിലേക്കടക്കം പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതാണ്ട് 1.5 മണിക്കൂർ കൂടുതലായി ഇപ്പോൾ ഈ ഒരു സർവകലാശാല ക്യാമ്പസ് ഒരു സംഘർഷഭരിതമായിട്ടിരിക്കുകയാണ്. കൂടുതൽ പ്രവർത്തകരും പോലീസുകാരും തമ്മിലുള്ള ഒരു സംഘർഷഭരിതമായ ഒരു സാഹചര്യമാണ് നിലവിൽ ഈ ഒരു ക്യാമ്പസിലുള്ളത്. ഈ ഒരു നിലവിലെ സാഹചര്യത്തിൽ ഈ കൂടുതൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ കൂടുതൽ പോലീസുകാർ ഈ ഒരു പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു ക്യാമ്പസിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടോ? ഈ പ്രവർത്തകരെ എല്ലാം ഈ ഒരു വൻ സംഘർഷാവസ്ഥ നിയന്ത്രിക്കാനായി കൂടുതൽ പോലീസുകാരെ കൊണ്ടുവരുന്ന സാഹചര്യമുണ്ടോ? അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദിവസമായിട്ട് സംഘർഷഭരിതമായിരുന്നു കേരള സർവകലാശാല എന്നുള്ളത് തന്നെയാണ്. VC-ക്കെതിരെയും അതുപോലെ തന്നെ ഇപ്പോൾ താൽക്കാലികമായിട്ട് ചുമതലയേറ്റ VC സിസ്റ്റാ തോമസിനെതിരെയും ശക്തമായിട്ടുള്ള പ്രതിഷേധം SFI പ്രവർത്തകരുടെ അടക്കം ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ വലിയ സംഘർഷാവസ്ഥയിലേക്ക് പ്രതിഷേധം കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതിനിടയ്ക്കാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ കയ്യാങ്കളി ഉണ്ടാവുകയും വാക്കേറ്റം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത്. പ്രവർത്തകരെ പോലീസ് എടുത്ത് സ്റ്റെപ്പിൽ കൂടി കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. അതിനിടയിൽ പ്രവർത്തകർ താഴെ വീഴുന്നുണ്ട്. പ്രവർത്തകർ പോലീസിനെതിരെ കയ്യാങ്കളി നടത്തുന്നുണ്ട്. ഏത് തരത്തിലും ഈ പ്രവർത്തകരെ മുഴുവൻ പോലീസിന് സർവകലാശാലയ്ക്ക് അകത്തു നിന്ന് നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു സമാധാനപരമായി എന്ന അവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ. കാരണം മുഴുവൻ പ്രവർത്തകരും സർവകലാശാലയ്ക്ക് അകത്ത് കയറി എന്നുള്ളതാണ്. സർവകലാശാലയ്ക്ക് അകത്ത് പുറത്തുമൊക്കെ സർവകലാശാലയ്ക്ക് അകത്ത്
തന്നെ എല്ലാ നിലയിലും അതുപോലെ തന്നെ പുറത്ത് ഗേറ്റിന് സമീപത്തും സർവകലാശാലയ്ക്ക് ചുറ്റുമൊക്കെ വലിയ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതൊക്കെ മറികടന്ന് SFI പ്രവർത്തകർ മുഴുവനും സർവകലാശാലയ്ക്ക് അകത്ത് കയറി. അത് ആദ്യ നിലയിൽ മാത്രമല്ല, സെനറ്റ് ഹാളിന്റെ ബാൽക്കണി പ്രദേശത്ത് വരെ പ്രവർത്തകർ എത്തുകയും വലിയ മുദ്രാവാക്യം മണിക്കൂറുകളോളം മുഴക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ പ്രതിഷേധം SFI പ്രവർത്തകർക്ക് സർവകലാശാല അകത്ത് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ സർവകലാശാലയ്ക്ക് പുറത്തോ ഗേറ്റിന് പുറത്തോ ഒന്നുമല്ല പ്രതിഷേധം നടക്കുന്നത്. ഇത്രയും പോലീസ് സന്നാഹം മറികടന്ന് സർവകലാശാലയ്ക്ക് അകത്ത്, അത് സർവകലാശാല ഒരു സംഘർഷ ഭൂമിയാക്കി മാറ്റിയെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇപ്പോഴും വലിയ സംഘർഷം അകത്ത് നടക്കുകയാണ് എന്നുള്ളതാണ്. വലിയ പോലീസിനെ മറികടന്നുകൊണ്ടാണ് പ്രവർത്തകർ എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നത്. ഈ സമരം തുടങ്ങിയ സമയം മുതൽ തന്നെ സർവകലാശാല ആസ്ഥാനത്തേക്ക് ബാരിക്കേഡ് മറികടന്ന് കയറിയ പ്രവർത്തകർ ഏത് തരത്തിലും ഏത് വശത്തുകൂടെയും സർവകലാശാലയ്ക്ക് അകത്ത് കയറുന്നതിന് വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യം ഓടിയെത്തിയ പ്രവർത്തകർ സർവകലാശാലയുടെ മെയിൻ കവാടം അത് മതിൽ ചാടി കടന്ന് അകത്തേക്ക് കയറുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. അത് പിന്നീട് കതക് തുറന്ന് അകത്ത് കയറാൻ പറ്റാത്ത സാഹചര്യത്തിൽ സെനറ്റ് ഹാളിലൂടെ കയറാനുള്ള ശ്രമം നടത്തി. ജനൽ ചാടി അകത്ത് കയറാനുള്ള ശ്രമം നടത്തി. അങ്ങനെ ഏത് വിധേനയും ഏത് വശത്തോടെയും സർവകലാശാലയ്ക്ക് അകത്ത് കയറുക എന്നുള്ള SFI പ്രവർത്തകരുടെ ശ്രമം അത് പൂർണ്ണമായിട്ടും വിജയിച്ചു എന്ന് വേണം പറയേണ്ടത്. മുഴുവൻ പ്രവർത്തകർക്കും സർവകലാശാലയ്ക്ക് അകത്ത് കയറാനും സെനറ്റ് ഹാൾ ബാൽക്കണി വരെ എത്താനും അവിടെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം മുദ്രാവാക്യം മുഴക്കാനും സാധിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് പ്രവർത്തകരെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി പോലീസിന് ഇപ്പോൾ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ആ നീക്കം ചെയ്യുന്ന ശ്രമത്തിനിടയിലാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയും അതുപോലെ തന്നെ വാക്കേറ്റവും ഒക്കെ നടക്കുന്നത്. ഈ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ SFIയുടെ ജില്ലാ നേതൃത്വത്തിൽ ഉൾപ്പെടെയുള്ള അംഗങ്ങളെയും ഇപ്പോൾ നീക്കം ചെയ്യുകയാണ് പോലീസ്. അതുകൂടാതെ ഇപ്പോഴും ഈ സെനറ്റ് ഹാളിന്റെ ബാൽക്കണി പ്രദേശത്ത് നിരവധിയായിട്ടുള്ള പ്രവർത്തകർ ഉണ്ട് എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും ഈ പ്രവർത്തകരെ നീക്കം ചെയ്യാൻ സമയമെടുക്കും. അത് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പോലീസിന്റെ തന്നെ മേലുദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്, സർവകലാശാലയ്ക്കകത്തുണ്ട്. വലിയ പ്രവർത്തകരെ നീക്കം ചെയ്യുന്ന ഇതാണ് പോലീസിന്റെ വടിയൊക്കെ പ്രവർത്തകർ എടുത്തെറിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴും വലിയ മുദ്രാവാക്യം മുഴക്കി ഒരു വശത്ത് പ്രവർത്തകർ ഉണ്ട് എന്നുള്ളതാണ്. സംസ്ഥാന ഉള്ളവരെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിസരെ മറ്റ് ഉള്ള സാധാരണ പ്രവർത്തകർ പോകും എന്നുള്ളതായിരുന്നു പോലീസിന്റെ ഒരു പ്രതീക്ഷ. പക്ഷേ അത് നടക്കുന്നില്ല. ഓരോ പ്രവർത്തകനെയും നീക്കം ചെയ്യുന്നതോറും മറ്റ് അവിടെ കൂടി നിൽക്കുന്ന പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള മുദ്രാവാക്യം വിളികൾ ഉയരുകയാണ്, വലിയ പ്രതിഷേധം ഉയരുകയാണ് എന്നുള്ളതാണ്. എന്തായാലും വൈസ് ചാൻസലർ മോഹൻ കുന്നുമലിനെതിരെ ശക്തമായി എത്തിയിരിക്കുകയാണ് പ്രതിഷേധം. SFI പ്രത്യേകിച്ച് രജിസ്ട്രാറുടെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിൽ അയവ് വരുത്താത്ത VC-ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കും. VC-യെ മാറ്റണമെന്നൊരു ആവശ്യത്തിൽ SFI പ്രവർത്തകർ ഇപ്പോഴും നിലകൊള്ളുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. VC മോഹൻ കുന്നുമലിനെതിരെയാണ് പ്രതിഷേധം ശക്തമാക്കുന്നതെങ്കിൽ കൂടിയും ചാൻസലറായിട്ടുള്ള ഗവർണർക്കെതിരെയും അതുപോലെ തന്നെ താൽക്കാലിക VC ആയിട്ടുള്ള സിത്താർ തോമസിനെതിരെയും ഒക്കെ SFI പ്രവർത്തകർക്കിടയിൽ കടുത്ത പ്രതിഷേധം തന്നെയാണുള്ളത്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന VC-മാർക്കെതിരെ സന്ധിയില്ലാ സമരവുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് SFI പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. കേരള സർവകലാശാലയിൽ മാത്രമല്ല മറ്റ് പല സർവകലാശാലകളിലും SFIയുടെ നേതൃത്വത്തിൽ ഇതിനോടകം തന്നെ പ്രതിഷേധം നടന്നു കഴിഞ്ഞു. ഇന്നും പല സർവകലാശാലകളിലും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്. അത്തരത്തിൽ കേരള സർവകലാശാലയിലെ മോഹൻ കുന്നുമലിനെതിരെയാണ് തിരുവനന്തപുരം SFIയുടെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം നടക്കുന്നതെങ്കിൽ പല സർവകലാശാലകളിലെയും VC-മാർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയാണ് SFI എന്നുള്ളതാണ്. അതിലവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു മുദ്രാവാക്യം സർവകലാശാലകളെ കാര്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന വൈസ് ചാൻസലർമാരെ മാറ്റുക എന്നുള്ള ഒറ്റ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് SFIയുടെ ഈ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഈ താൽക്കാലിക VC സിത്താർ തോമസിനെ അടക്കം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തടയുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. എന്തായാലും VC മോഹൻ കുന്നുമൽ മാറണം എന്നുള്ളത് തന്നെയാണ് SFI പ്രവർത്തകർ കുന്നുമലിനെ അടക്കം മാറ്റണം എന്നുള്ളൊരു
ആവശ്യം തന്നെയാണ് SFI പ്രവർത്തകർ ഉയർത്തുന്നത്. ഇപ്പോഴും സർവകലാശാലയ്ക്ക് അകത്ത് വലിയ സംഘർഷം തന്നെയാണ്. പ്രവർത്തകരെ മുഴുവനായിട്ടും നീക്കം ചെയ്യാൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അത് പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് കടക്കുന്നതിനാൽ പോലീസ് ആ ശ്രമത്തിന് കുറച്ചൊരു വിശ്രമം കൊടുത്തിരിക്കുകയാണ്. പക്ഷെ അതിനിടയിലും പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രവർത്തകർ, അതായത് എല്ലാ പ്രവർത്തകരും തന്നെ സർവകലാശാലയ്ക്ക് അകത്ത് കയറി എന്ന് വേണം പറയാൻ. ഇവരൊക്കെ സ്വമേധയാ പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങിപ്പോകാത്ത സാഹചര്യത്തിൽ എല്ലാവരെയും പോലീസിന് നീക്കം ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ സ്റ്റെപ്പിൽ ഇരുന്ന് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരെ നീക്കം ചെയ്യാനും പോലീസിന് കഴിയുന്നില്ല. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു. എത്തരത്തിലാണ് ഈ പ്രതിഷേധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴും സംശയാത്മകമായിട്ട് നിലനിൽക്കുന്നത്. പക്ഷേ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് നടന്നു. അത് ഇപ്പോഴും തുടരുകയാണ്. ശക്തമായിട്ട് പോലീസിനെ പ്രതിരോധിക്കുകയാണ് പ്രവർത്തകർ. അറസ്റ്റ് ചെയ്യാനും നീക്കം ചെയ്യാനും പ്രവർത്തകർ പോലീസിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. വീണ്ടും പ്രവർത്തകരും പോലീസും തമ്മിൽ കയ്യാങ്കളിയും വാക്കേറ്റവും ഉണ്ടാവുകയാണ്. അതായത് പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ പോലീസ് ആവശ്യപ്പെട്ടു. പക്ഷേ ആ ആവശ്യവും പ്രവർത്തകർ തള്ളിക്കളയുന്നു. നീക്കം ചെയ്യാനുള്ള ശ്രമത്തെയും പ്രവർത്തകർ തടയുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ബലപ്രയോഗം നടത്തി പ്രവർത്തകരെ നീക്കം ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥയാണ് പോലീസിന് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അതിനും സമ്മതിക്കാത്ത അവസ്ഥയുണ്ട്. മറ്റ് പ്രവർത്തകരൊക്കെ തന്നെ ഒന്നായി നിന്ന് ഈ നീക്കം ചെയ്യാൻ പ്രവർത്തകർക്കൊപ്പം നിൽക്കുകയാണ്. പോലീസിന് അത് നീക്കം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ ഉണ്ടെന്ന് പോലീസിന് നീക്കം ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ട്. പ്രവർത്തകർ ഒന്നടങ്കം സെലക്ട് ഹോളിന്റെ വാൾകളിലേക്ക് കയറി പോയതാണ്. പിന്നീട് അവരെ താഴേക്ക് ഇറക്കാൻ വലിയ ശ്രമകരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് പോലീസിന് നേരിടേണ്ടതായിട്ട് വന്നത്. ഇപ്പോഴും വലിയ മുദ്രാവാക്യം നിലകൊള്ളുന്നുണ്ട്. വലിയ സംഘർഷത്തിലേക്ക് വീണ്ടും സാഹചര്യം പോകുന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. പ്രവർത്തകർ മടങ്ങിപ്പോകാൻ തയ്യാറാകുന്നില്ല. വീണ്ടും പ്രവർത്തകർ എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുന്നു. ഇവരെ നീക്കം ചെയ്യാൻ പോലീസിന് ശ്രമകരമായിട്ടുള്ള കാര്യം നടത്തേണ്ടതായിട്ടുണ്ട്. ഒരു വശത്ത് പ്രവർത്തകർ വലിയ സംഘർഷം, വലിയ മുദ്രാവാക്യം മുഴക്കി നിലകൊള്ളുന്നു. മറ്റൊരു വശത്ത് ഇവരെ ഓരോരുത്തരെയായിട്ട് പോലീസ് നീക്കം ചെയ്യുകയാണ്. പക്ഷേ പോലീസിന് വേണ്ടി വരും എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതലധികം പോലീസ് എത്തിയാൽ മാത്രമേ ഈ പ്രവർത്തകരെല്ലാവരെയും നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ പ്രതിഷേധം അവസാനിപ്പിച്ച് സ്വമേധയാ പ്രവർത്തകർ സർവകലാശാല പുറത്തേക്ക് ഇറങ്ങി പോകേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ സർവകലാശാല സെലക്ട് ഹാളിന്റെ ബാൽക്കണിയിൽ നിന്ന് പ്രവർത്തകർ താഴേക്ക് ഇറങ്ങി എല്ലാവരും കൂട്ടം കൂടി നിന്ന് വലിയ മുദ്രാവാക്യം മുടക്കുകയാണ്. എന്തായാലും PC മോഹൻ കുന്നുമലിനെ മാറ്റണമെന്ന്